അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഇതുവരെ ഇല്ലാത്ത യുവമോർച്ച എങ്ങനെ ഇന്നെത്തിയെന്നാണ് PP ചിത്തരഞ്ജൻ ചോദിക്കുന്നത്. അത് നിങ്ങൾ തമ്മിലുള്ള UDF-ഉം BJP-യും തമ്മിലുള്ള സഹകരണമാണ് എന്നാണ് അദ്ദേഹം അനുമാനിക്കുന്നത്. നോക്കൂ, ഗവർണറുമായിട്ടുള്ള തർക്കത്തിലൊക്കെ തന്നെയും ഒരുപക്ഷെ BJP പക്ഷത്തോ ഗവർണർ പക്ഷത്തോ ഒക്കെ നിലകൊണ്ടിരുന്നു UDF എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ ആ നിലയിലൊരു ഒക്കച്ചങ്ങായിമാരായി മാറിയിട്ടുണ്ടോ ഈ കാലഘട്ടത്തിൽ? ഒക്കച്ചങ്ങായിമാരെ ഫോട്ടോ കാണിച്ചു തരാം. ഇതാ സീതാറാം യെച്ചൂരി, രാഹുൽ ഗാന്ധി, മമതാ ബാനർജി. 19 ഡിസംബർ 2023. ഇത് കേരളത്തിൽ ഈ തല്ല് നടക്കുമ്പോഴേ ഡൽഹിയിൽ ഇരുന്നതാണ്. എനിക്ക് രാഹുൽ ഗാന്ധിയുടെ കൂടെ ഒക്കച്ചങ്ങായിയായിട്ട് സീതാറാം യെച്ചൂരി ഇരുന്നതിൽ അത്ഭുതമല്ലേ, പോട്ടെ. കാരണം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലൊരു ഘടകകക്ഷിയാണ് അവർ കഴിഞ്ഞ കുറേ കാലമായിട്ട്. പക്ഷേ ഈ മമതാ ബാനർജിയുടെ അടുത്ത് പോയി ഇരുന്നല്ലോ, ഈ മനുഷ്യന് നാണമില്ലേ? ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ബംഗാളിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ 7-8 CPM-കാരെയാണ് തല്ലിക്കൊന്നത് മമതാ ബാനർജിയുടെ ആളുകൾ. 7-8 CPM-കാരെ ഞങ്ങൾ ഇത്തവണ നന്നായി തിരിച്ചടിച്ചിട്ടുണ്ട്. കാരണം 2021 ഞങ്ങളെ വല്ലാണ്ട് ഉപദ്രവിച്ചത്. അതുകൊണ്ട് ഇത്തവണത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾ അസലായിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട്. ഇവർ തല്ലുകൊണ്ട് ഓടിയതാണ്, 7-8 എണ്ണത്തിന് തല്ലിക്കൊന്നു. അതുകൊണ്ട് അതൊന്നും CPM പറയണ്ട. പിന്നെ ഞങ്ങളെന്തിനാ സമരത്തിന് വന്നതെന്ന്, ഞങ്ങളുടെ സത്യത്തിൽ ഇവരുടെ ഈ മനോഭാവത്തിനെതിരെയാണ് ഞങ്ങളുടെ സമരം. കാരണം ഗവർണറെ ഇവർക്ക് തെരുവിൽ തടയാം, അദ്ദേഹത്തിൻ്റെ കാർ ആക്രമിച്ചിട്ട് 72,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കാം, അദ്ദേഹത്തെ ക്യാമ്പസ് കയറ്റില്ല, ഒരു ചാൻസലറെ ക്യാമ്പസ് കയറ്റില്ല, കാല് കുത്തില്ല, അയാൾ കാലും കുത്തി കയ്യും കുത്തി അവിടെ വന്ന് 4 ദിവസം താമസിച്ചിട്ട് പോയി. പിന്നെ ഗവർണർ നിയമിച്ച സംഘപരിവാറുകാരെ അങ്ങോട്ട് കയറ്റില്ല എന്ന്. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. പശ്ചിമ ബംഗാളിൽ ഒരു കാലഘട്ടത്തിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ നിങ്ങൾ ക്യാമ്പസ് കയറ്റാറില്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ക്യാമ്പസ് കയറാൻ പറ്റില്ല, അറിയോ? തൃണമൂൽ കോൺഗ്രസ്സുകാർ തല്ലിക്കൊല്ലും നിങ്ങളെ. അതുകൊണ്ട് കയ്യൂക്കൊണ്ടൊന്നും കാര്യം നടക്കൂല. കൊല്ലം ജില്ലയിൽ നിങ്ങൾ നോക്ക്, മുഖ്യമന്ത്രിയുടെ വാഹനം പോകുന്നു, ഞങ്ങൾ റോഡിന്റെ ഒരു ഭാഗത്തുനിന്ന് കരിങ്കൊടി കാണിക്കുന്നു, DYFI മറുഭാഗത്തുനിന്ന് അഭിവാദ്യം വിളിക്കുന്നു. മുഖ്യമന്ത്രി പോയി കഴിഞ്ഞാൽ 2 കൂട്ടർക്കും 2 വഴിക്ക് പോയാൽ പോരെ? റോഡ് മുറിച്ചു കടന്ന് ഞങ്ങളെ തല്ലാൻ വന്നു. അപ്പം ഞങ്ങൾ നോക്കി നിൽക്കണോ? ഞങ്ങൾ നല്ലോണം തിരിച്ചടിച്ചു. അപ്പം ഈ എന്താണ് ഇവർ വിചാരിക്കുന്നത്? ഈ രാജ്യത്ത് പോലീസ് ലാത്തിചാർജ് ചെയ്താൽ കരിങ്കൊടിക്കാർ ഓടും, അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ. കരിങ്കൊടിക്കാർ പോലീസ് ലാത്തിചാർജ് ചെയ്താൽ ഓടും, അല്ലെങ്കിൽ VIP പോകുന്നവരെ പിടിച്ചു വെക്കുക, അത് കഴിഞ്ഞാൽ വിടും, അല്ലെങ്കിൽ പെറ്റി കേസ് എടുക്കും. ഇത്രയല്ലേ ഉള്ളൂ, ഒരു കരിങ്കൊടി കാണിക്കുന്നതല്ലേ. അതുകൊണ്ട് CPM ഒന്ന് മനസ്സിലാക്കണം, കയ്യൂക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല. ബംഗാളിൽ നിന്ന് എന്തെങ്കിലും പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ പ്രാവർത്തികമാക്കണം. അവിടെ കാണിച്ച അതേ പൊട്ടത്തരം ഇവിടെ കാണിക്കണ്ട. അവിടുത്തെ അനുഭവം അറിയാലോ. അതുകൊണ്ട് കയ്യൂക്ക് കൊണ്ടും അക്രമം കൊണ്ടും ഒന്നും ജനാധിപത്യത്തിൽ ഒന്നും ആരും നേടില്ല. അതുകൊണ്ട് ഈ സമരം പ്രതിപക്ഷത്തിന് സമരം ചെയ്യാൻ, ഏത് പാർട്ടിയും ആവട്ടെ, പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാനും സമരം ചെയ്യാനുള്ളൊക്കെ അധികാരമുണ്ട്. അതിനെ നിങ്ങളെ പാർട്ടിക്കാർ ഇറങ്ങി തടയേണ്ട ഒരാവശ്യം ഇവിടെ ഇല്ല. ഇവിടുത്തെ നല്ല പോലീസാണ് ഇവിടുത്തെ പോലീസ്. അവരെ സ്വതന്ത്രമായി വിട്ടാൽ മതി, അവരതൊക്കെ കൈകാര്യം ചെയ്തോളും. അവരെ നിങ്ങൾ ഒരു കൈ പിടിച്ച് പിന്നിൽ തിരിച്ചു വെച്ചിട്ട് നിങ്ങൾക്കെതിരെ അവരെ കൊണ്ട് ഒരു തരത്തിലുള്ള നടപടി എടുക്കാൻ അനുവദിക്കാതെയും മറ്റുള്ളവർക്കെതിരെ അനാവശ്യമായ രീതിയിൽ ആവേശം കാണിക്കാനുള്ള രീതിയിൽ അവരെ നിർബന്ധിച്ച് പ്രവർത്തിപ്പിക്കുന്നതാണ് ഈ കുഴപ്പത്തിനൊക്കെ കാരണം. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഈ ജനാധിപത്യത്തെ അതിൻ്റെ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുക. ഇതിനെയൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. ഒരു കരിങ്കൊടി കാണിച്ചാലൊക്കെ എന്താ? നരേന്ദ്രമോദിക്ക് കിക്ക് ബോക്സിംഗ് നടത്തിയില്ലേ കോഴിക്കോട് മൊഫീസൽ ബസ് സ്റ്റാൻഡിൽ? മോഡിയുടെ ഫോട്ടോ വെച്ചിട്ട് CPI-കാരുടെ യുവജന വിഭാഗം മോഡിയെ ചവിട്ടുക. ഞങ്ങൾ അവരെ തല്ലാൻ പോയോ? മോഡിയുടെ ഫോട്ടോ വെച്ചിട്ട് ASF-കാർ മോഡിയെ ചവിട്ടുക എന്നുള്ള മത്സരം നടത്തി. അതിൽ മത്സരത്തിൽ മോഡിയെ ചവിട്ടിയ ഒരുത്തനെ കാല് തല്ലി ഒടിച്ചു. പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു സമരത്തിന് പോയപ്പോൾ. അതാണ് അതിന്റെ തമാശ. അതുകൊണ്ട് അന്ന് ഞങ്ങൾ തല്ലാനൊന്നും Debate with MV Nikesh Kumar.